Hello everyone, welcome to Ace Chemistry. ഇത് നമ്മുടെ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് ആ ടോപ്പിക് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് മീസോമെറിക് എഫക്റ്റ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ. ആദ്യം ഇൻഡക്റ്റീവ് എഫക്റ്റ് പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ മീസോമെറിക്കും പഠിച്ചു. പിന്നെ നമ്മൾ മൂന്നാമത്തെ എഫക്റ്റിലേക്ക് പോവാണ്, ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഓക്കെ, ഇലക്ട്രോമെറിക് എഫക്റ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എന്താണ് ഇലക്ട്രോമെറിക് എഫക്റ്റ്? Complete transfer of a shared pair of pi electrons of a double or triple bond in a molecule to one of the bonded atoms at the demand of an attached reagent. എന്താണ് പറയുന്നത് ഇവിടെ? Complete transfer of shared pair of pi electrons. അതായത് നമുക്കൊരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ആയിട്ട് സിസ്റ്റം ഉണ്ട്. അതിൽ പൈ ഇലക്ട്രോൺസ്, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആയാലും പൈ ബോണ്ട് ഉണ്ട്, പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഈ പൈ ഇലക്ട്രോൺസ് ആ ആറ്റം മോളിക്യൂളിലെ ആറ്റംസ് ഉണ്ടാവുമല്ലോ, രണ്ട് ആറ്റം ഉണ്ടെങ്കിൽ അതിൽ ഒരു ആറ്റത്തിലേക്ക് എന്താണ് ഈ പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്ത് പോവാണ്. എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഒരു അറ്റാക്കിംഗ് റിയേജന്റ് ഉണ്ടാകുമ്പോൾ. ഒരു അറ്റാക്കിംഗ് ആയിട്ടുള്ള റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോഫൈലോ അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈലോ ഇങ്ങനെ റിയേജന്റ് വരുമ്പോൾ ഈ ഡബിൾ ബോണ്ടിൽ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടിൽ പൈ ഇലക്ട്രോൺസ് അത് കംപ്ലീറ്റ് ആയിട്ട് ആ മോളിക്യൂളിലെ ഒരു ആറ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ആയി പോകുന്നു. ഇതാണ് ബേസിക് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇതൊരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ അല്ലേ. സെന്റൻസ് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്ലിയർ ആവില്ല. അപ്പൊ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോ ഒരു കോമ്പൗണ്ട് എടുക്കാം, ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ട് സിസ്റ്റം എടുക്കാം. ഇതെന്താ? ഇത് നമ്മുടെ ആൽക്കീൻ ആണ്. ഓക്കെ, ആൽക്കീൻ ആണ് ഇത്. ഇവിടെ ഡബിൾ ബോണ്ട് അല്ലേ, സി ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് ഒരു റിയേജന്റിലൂടെ വരാണ്, പോളാർ ആയിട്ടുള്ള റിയേജന്റ്. ഒരു പോളാർ റിയേജന്റ് ഇവിടെ വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം? ഈ പൈ ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ രണ്ട് കാർബൺ നിൽക്കുക അല്ലെ, ഇത് ഒരു കാർബണിലേക്ക് ഈ ഒരു പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ആ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാം ഇവിടെ സി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ പൈ ഇലക്ട്രോൺസ് ഒരു കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ, അതായത് ഈ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഈ കാർബൺ, ഇവിടുത്തെ ഈ കാർബൺ ഇതിലേക്കല്ലേ വരുന്നത് ഇലക്ട്രോൺസ്, അപ്പൊ ഇതിന് നെഗറ്റീവ് ചാർജും കിട്ടും. ഇങ്ങനെയല്ലേ സംഭവിക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ഏതെങ്കിലും ഒരു ബോണ്ടഡ് ആറ്റംസ്, ഇവിടെ ഇപ്പൊ രണ്ട് ആറ്റംസ് ഉണ്ട്, അതിൽ ഒരു ആറ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ പൈ ഇലക്ട്രോൺസ്, ഈ ഡബിൾ ബോണ്ടിലെ പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്തുണ്ടാവണം? ഒരു പോളാർ റിയേജന്റ് അവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഒരു ഷിഫ്റ്റ് നടക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രക്ചർ കിട്ടും. ക്ലിയർ ആയി? ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് പറയുന്നത്, ഇൻഡക്റ്റീവ് എഫക്റ്റിൽ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഷെയർഡ് ഇലക്ട്രോൺ ഇല്ല അല്ലെ. അവിടെ ജസ്റ്റ് ഇലക്ട്രോൺസ് ഡിസ്പ്ലേസ്ഡ് പോകുന്നുള്ളൂ. നമ്മൾ ഇവിടെ പറഞ്ഞു, നമ്മൾ അവിടെ എങ്ങനെ ഡെൽറ്റ മൈനസ് ഡെൽറ്റ പ്ലസ് എന്ന് എഴുതിയത്, കാരണം ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ പ്ലസ് മൈനസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഇവിടെ പൈ ഇലക്ട്രോൺസ് എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇത് ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയിട്ട് ഇതിനൊരു ഡിഫറൻസ് ആണ്. മീസോമെറിക് ആണെങ്കിലും അവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ തന്നെ നടക്കുന്നത്. പക്ഷെ ഇൻഡക്റ്റീവിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല അല്ലെ. അവിടെ ഒരു പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ മാത്രമാണ് ഇൻഡക്റ്റീവിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഇലക്ട്രോമെറിക് ആകുമ്പോൾ കംപ്ലീറ്റ് ചാർജ് സെപ്പറേഷൻ ഉണ്ടാവുന്നത്. ഏത് അറ്റത്തിനാണോ ഇലക്ട്രോൺ കിട്ടുന്നത് അത് നെഗറ്റീവ് ചാർജ് കിട്ടും, മറ്റേത് എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് ആവും. അപ്പൊ ഇതൊരു ഡിഫറൻസ് ആണ് കേട്ടോ. ഇതിൽ പറയാനുള്ള ഇമ്പോർട്ടന്റ് കാര്യം, ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്താണ്? ഒരു ടെമ്പററി എഫക്റ്റ് ആണ്. ഇൻഡക്റ്റീവ് മീസോമെറിക് എന്ത് എഫക്റ്റ് ആയിരുന്നു? പെർമനന്റ് ആയിരുന്നു. അപ്പൊ ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. ഓക്കെ, അത് അറ്റാക്കിംഗ് റിയേജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻഡക്റ്റീവിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇൻഡക്റ്റീവ് എഫക്റ്റിൽ അല്ലെങ്കിൽ മീസോമെറിക്കിൽ എന്തുണ്ടായിരുന്നില്ല? അറ്റാക്കിംഗ് റിയേജന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ വിത്തിന മോളിക്യൂൾ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഒക്കെയാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ അറ്റാക്കിംഗ് റിയേജന്റ് വേണം, ഒരു പോളാർ റിയേജന്റ് വേണം, എന്നാലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഇത് ടെമ്പററി എഫക്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആട്ടോ, സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു വ്യത്യാസം എന്താ? ഇൻഡക്റ്റീവ് എഫക്റ്റിൽ നമുക്ക് മൾട്ടിപ്പിൾ ബോണ്ട് വേണമെന്നുണ്ടായിരുന്നില്ല. അവിടെ സിഗ്മ ബോണ്ട് വഴിയൊക്കെ എന്ത് നടക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ നിർബന്ധമായിട്ട് എന്ത് വേണം? ഒരു മൾട്ടിപ്പിൾ ബോണ്ട് വേണം. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കണം, എന്നാലേ നടക്കുള്ളൂ. ഇതൊക്കെ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആയിട്ട് ഇതിനുള്ള കുറച്ച് ഡിഫറൻസസ് ആണ്. അപ്പൊ നമ്മളിവിടെ ഇലക്ട്രോമെറിക് ഷിഫ്റ്റ് നടക്കുന്നുണ്ട് മനസ്സിലായി. പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? അതായത് ഏത് ഡയറക്ഷനിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 types ഓഫ് ഇലക്ട്രോമെറിക് എഫക്റ്റ് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് വൺ ആണ് പ്ലസ് ഇ എഫക്റ്റ്. പ്ലസ് ഇ എഫക്റ്റ് ആണ്. പ്ലസ് ഇ എഫക്റ്റ് പ്രത്യേകത പറയുന്നത്, ഇവിടെ അറ്റാക്കിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് ഇലക്ട്രോഫൈൽ ആണ്. ഒരു പോളാർ റിയേജന്റ് വേണം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ പോളാർ റിയേജന്റ് ഇവിടുത്തെ കേസിൽ പ്ലസ് ഇ എഫക്റ്റ് ഇലക്ട്രോഫൈൽ ആയിരിക്കും. അപ്പോൾ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇലക്ട്രോഫൈൽ എപ്പോഴും എങ്ങനെയാണ്? അത് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉള്ള സെന്ററിലേക്കാണ് ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുക. ഇലക്ട്രോഫൈൽ ഇറ്റ്സെൽഫ് എന്താണ്? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. സോ അത് അറ്റാക്ക് ചെയ്യുമ്പോൾ ആ മോളിക്യൂളിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാണുള്ളത് അവിടേക്കാണ് അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഈ അറ്റാക്കിംഗ് റിയേജന്റിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഇപ്പൊ നമുക്കൊരു റിയാക്ഷൻ ജസ്റ്റ് എഴുതി വെക്കാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഈഥീൻ ഉണ്ട്.
ഉണ്ട്. ഇതിലിപ്പോ ഏത് കാർബണിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യണമെന്ന് അറിയണം. ഇങ്ങോട്ടാണോ നമുക്ക് ഈ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യാൻ അറിയണ്ടേ. അപ്പൊ അതിലിപ്പോ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ഒരു ഇലക്ട്രോഫൈൽ ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം, ഇതെപ്പോഴും ഇലക്ട്രോഫൈലിന്റെ സൈഡിലേക്ക് അറ്റാക്ക് റിയേജന്റ് അടുത്തേക്കായിരിക്കും ഈ പൈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് നമ്മളിപ്പോ ഇങ്ങനെ വന്നു, ഇവിടെ സപ്പോസ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ കരുതിക്കോളൂ. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കാം. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഈ കാർബൺ പോസിറ്റീവ് ചാർജ് കിട്ടും, ഈ കാർബൺ നെഗറ്റീവ് ചാർജ് കിട്ടും അല്ലേ. ഇങ്ങനെ നിൽക്കുന്നത് നമ്മള് ഇത് Y പ്ലസ് ആട്ടോ, സോറി ഇവിടെ ഇലക്ട്രോഫൈൽ അല്ലേ. അപ്പൊ Y പ്ലസ് എന്നാണ് ഇലക്ട്രോഫൈൽ ആണ്, ഇതൊരു ഇലക്ട്രോഫൈൽ ആണ്. അപ്പൊ ഈ ഇലക്ട്രോഫൈൽ എപ്പോഴും എവിടെ അറ്റാച്ച് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കാർബൺ എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോഫൈലിന് ആയിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു, അതിന് ഇലക്ട്രോൺസ് കൊടുത്തിട്ട് അങ്ങനെ ഇവിടെയാണ് എന്ത് ഈ ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ഷിഫ്റ്റ് നടന്നത് എങ്ങോട്ടാ, ഈ ഇലക്ട്രോഫൈൽ എവിടെയാണോ അറ്റാക്ക് ചെയ്തത് ആ കാർബണിലേക്കാണ് എന്ത് ഷിഫ്റ്റ് നടന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് നടന്നത് എങ്ങോട്ടാണ്, ഇലക്ട്രോഫൈലിന് അടുത്തേക്ക് അല്ല, ഇലക്ട്രോഫൈൽ ഈ കാർബണിലല്ലേ, അപ്പൊ അങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് നടക്കുന്നത്. ബിക്കോസ് ഇലക്ട്രോഫൈൽ ഓൾവേസ് അറ്റാച്ച് എങ്ങോട്ടായിരിക്കും, ഈ പറഞ്ഞ നെഗറ്റീവ് ചാർജിലേക്ക് അത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെന്ററിലേക്ക് അറ്റാച്ച് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ ഷിഫ്റ്റ് നോക്കി ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുന്ന വേറെ കളർ കാണിക്കാട്ടോ. ഇവിടെ കണ്ടോ, ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുന്ന ഈ കാർബണിലേക്കാണ് നമ്മുടെ പൈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന എങ്ങോട്ടാ, ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്ന ഈ കാർബണിലേക്ക്. സോ ടുവേർഡ്സ് ഇലക്ട്രോഫൈൽ അടുത്തേക്കാണ് ഇവിടെ എന്ത് ഷിഫ്റ്റ് ചെയ്തത്, ഈ പറഞ്ഞ പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഇലക്ട്രോമാഗ്നെറ്റിക് ഷിഫ്റ്റ് ഓഫ് പൈ ഇലക്ട്രോൺസ് ഓഫ് ദി ഡബിൾ ബോണ്ട് is towards that atom to which the reagent gets attached. It is called positive electromagnetic effect. ക്ലിയർ ആയില്ലേ? നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ എടുത്തൊന്നുകൂടി ക്ലിയർ ആവും. അതായത് ഇപ്പൊ നമ്മളൊരു ഈഥീൻ എടുക്കാണ്, ചെരിഞ്ഞു പോയി ഒരു മിനിറ്റ്. ഇങ്ങനെ ഇപ്പൊ നമ്മൾ ഈഥീൻ എടുക്കാണ് എഴുതിക്കോളൂ, CH ഇതാണ് നമ്മുടെ ഈഥീൻ മോളിക്യൂൾ. ഇതിലേക്ക് നമ്മളൊരു പ്രോട്ടോൺ ആഡ് ചെയ്യാണ്, H+, പ്രോട്ടോൺ ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ പ്രോട്ടോൺ ആണ് നമ്മുടെ ഇലക്ട്രോഫൈൽ അല്ലേ. ഇനി എങ്ങനെ ഷിഫ്റ്റ് നടക്കാം, ഷിഫ്റ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കാർബൺ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു, ബോണ്ട് ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നു കേട്ടോ, കാർബൺ ഓക്കെ ഡബിൾ ബോണ്ട് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്തു, ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇത് സംഭവിക്കും, ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലെ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ നെഗറ്റീവ് വന്നു, ഇവിടെ 2 ഹൈഡ്രജൻ. നമ്മുടെ H+ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാം ഇതിലേക്ക്, H+ അങ്ങോട്ട് അറ്റാച്ച് ചെയ്യും ഇതിലേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാം. അപ്പോ H+ അറ്റാച്ച് ചെയ്യുമ്പോഴോ C H, ഇവിടെ പോസിറ്റീവ് ചാർജ് അവിടെ തന്നെ ഉണ്ട്, ഈ കാർബണിലേക്ക് സിയിലേക്ക് എന്ത് അറ്റാച്ച് ചെയ്തു, H അറ്റാച്ച് ചെയ്തു. അങ്ങനെ രണ്ട് H ഓൾറെഡി ഇവിടെ ഉണ്ട്, നമ്മൾ പുതിയ H ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെ കിട്ടി. ഇതെന്ത് കിട്ടി, നമുക്ക് ഒരു കാറ്റോൺ കിട്ടി അല്ലെ. കിട്ടിയത് ഏതാ, ഈഥൈൽ കാറ്റോൺ നമുക്ക് കിട്ടിയത്. ബേസിക്കലി ഇപ്പൊ സംഭവിച്ചെന്താ, അതായത് എങ്ങോട്ടാണ് പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തത്, ഇലക്ട്രോഫൈൽ ഏതപ്പോ വന്ന ഇലക്ട്രോഫൈൽ ഏതാ, വന്ന ഇലക്ട്രോഫൈൽ ഒരു H ആണ് വന്നത് അല്ലെ. എല്ലാം കൂടി H ആയിരുന്നു, ഇപ്പൊ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, എന്നാലും വന്നിട്ട് ഇപ്പൊ H ആണ്. കണ്ടോ, ഇതിൽ ഷിഫ്റ്റ് നടന്നതും ഈ സൈഡിലേക്ക് അല്ലെ, ഇതാ കണ്ടോ ഷിഫ്റ്റ് നടന്നതും എങ്ങോട്ടാ, ഈ സൈഡിലേക്ക്. ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്തതും എങ്ങോട്ടാണ് ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുന്നത് ആ സൈഡിലേക്ക് ആയിരിക്കും എന്ത് നമ്മുടെ ഷിഫ്റ്റ്, പൈ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയി, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഏതാണോ അതിലേക്കായിരിക്കും പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ്. എന്നാലേ ഇലക്ട്രോഫൈൽ എന്ത് ചെയ്യുള്ളൂ, അവിടെ അറ്റാച്ച് ചെയ്യുള്ളൂ. ബിക്കോസ് നെഗറ്റീവ് ചാർജ് ഉള്ള കാർബണിൽ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോഫൈൽ അറ്റാച്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എഫക്റ്റ് എന്ന് പറയുന്നത് -E എഫക്റ്റ് അല്ലെ. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ അറ്റാക്കിംഗ് റിയേജന്റ് ഏതായിരിക്കും, അറ്റാക്കിംഗ് റിയേജന്റ് നേരത്തെ ഇലക്ട്രോഫൈൽ ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, ന്യൂക്ലിയോഫൈൽ ആയിരിക്കും അല്ലെ. ഇവിടെ ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്യാം. അപ്പൊ ന്യൂക്ലിയോഫൈൽ വേണ്ടത് എന്താണ്, ഇലക്ട്രോൺ റിച്ച് സെന്റർ ആണോ, അല്ല. ന്യൂക്ലിയോഫൈൽ വേണ്ട ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ ആണ്. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സെന്റർ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രോമാഗ്നെറ്റിക് ട്രാൻസ്ഫർ, ഈ പൈ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ എങ്ങോട്ടായിരിക്കും, എവേ ഫ്രം അറ്റാക്കിംഗ് റിയേജന്റ്, എവേ ആയിരിക്കും അല്ലെ. അതായത് എങ്ങനെ സംഭവിക്കും, ഇപ്പൊ നമുക്കൊരു മോളിക്യൂൾ ഉണ്ട്, ജസ്റ്റ് ഒരു C ഡബിൾ ബോണ്ട് O, ഇത്ര C ഡബിൾ ബോണ്ട് O ആണ്. ഓക്കെ, ഇത് നമ്മുടെ ന്യൂക്ലിയോഫൈൽ C ഡബിൾ ബോണ്ട്, പിന്നെ വേറെ കുറച്ച് ഗ്രൂപ്പും എന്തെങ്കിലും ആട്ടോ. ഓക്കെ, ഗ്രൂപ്പ് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമ്മളെ ഇതാണ് നമ്മുടെ പൈ ബോണ്ട്, C ഡബിൾ ബോണ്ട് ആണ് നമ്മുടെ പൈ ബോണ്ട് ഉള്ളത്. ഒരു ന്യൂക്ലിയോഫൈൽ വരട്ടെ, ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈൽ വരാണ്. ഇതെങ്ങനെ അറ്റാക്ക് ചെയ്യും, ഇവിടെ എങ്ങനെ സംഭവിക്കാം, ഈ കേസിൽ CO ബോണ്ട് അല്ലേ, എന്തായാലും ഓക്സിജന്റെ അടുത്തേക്ക് എന്തേ ഉള്ളൂ, ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഓക്സിജൻ ഇലക്ട്രോണേറ്റീവ് ആയത് കാരണം ഇവിടെ ഈ പൈ ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇനി അപ്പൊ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എന്ത് കിട്ടും, കാർബണിന്റെ മുകളിൽ പോസിറ്റീവ് ചാർജ് വന്നു, ഓക്സിജന്റെ മുകളിൽ ഓക്സിജൻ ഇലക്ട്രോൺ റിസീവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, അതിന് നെഗറ്റീവ് ചാർജ് വന്നു. ഇനി Z എങ്ങോട്ട് അറ്റാക്ക് ചെയ്ത്, Z അറ്റാക്ക് ചെയ്ത് ഇങ്ങോട്ടായിരിക്കും, ഈ പോസിറ്റീവ് അല്ലെ, കാർബൺ പോസിറ്റീവ് ആണ്, അങ്ങോട്ടാണ് Z അറ്റാക്ക് ചെയ്യുക. കാരണം Z ന്യൂക്ലിയോഫൈൽ ആണ്, അതിന് വേണ്ടി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള പോസിറ്റീവ് ആയി നിൽക്കുന്ന കാർബൺ ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, Z അറ്റാച്ച് ചെയ്തു, ബാക്കി 2 ഗ്രൂപ്പ് ഓൾറെഡി അവിടെ ഉണ്ട്, പിന്നെ ഇവിടെ O-. ക്ലിയർ ആയി, ഇങ്ങനെയാണ് മൈനസ് എഫക്റ്റ് വരുന്നത്, -E എഫക്റ്റ് വരും, -E എഫക്റ്റ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ.
അപ്പൊ ഇവിടെ എങ്ങനെ സംഭവിക്കുന്നത്? ഇലക്ട്രോമെറിക് ഷിഫ്റ്റ് ഓഫ് ദ പൈ ഇലക്ട്രോൺസ് ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട് നടക്കുന്നത് എവേ ഫ്രം ദി ആറ്റം ടു വിച്ച് റിയേജന്റ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് അല്ലെ. ഇവിടെ ഷിഫ്റ്റ് എങ്ങോട്ടാ? റിയേജന്റ് അറ്റാച്ച്ഡ് കാർബണിലാ, പക്ഷെ ഷിഫ്റ്റ് ഓഫ് പൈ ഇലക്ട്രോൺസ് ഓക്സിജനിലേക്കാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആണ്. എവേ ഫ്രം ദി ആറ്റം ടു വിച്ച് ദി ന്യൂക്ലിയോഫിൽ ഗെറ്റ്സ് അറ്റാച്ച്ഡ്. ഓക്കെ, അല്ലെങ്കിൽ റിയേജന്റ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ അല്ലെങ്കിൽ റിയേജന്റ് അറ്റാച്ച് ചെയ്യുന്ന ആറ്റം ഏതാണോ അതിന് എവേ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ എന്ത് നടക്കുക? പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് നടക്കാം. സിമ്പിൾ ആണ്. അപ്പൊ ഈ രണ്ട് എഫക്റ്റും കിട്ടി. നമുക്ക് ഇലക്ട്രോമെറിക് എഫക്റ്റിൽ കാര്യം തന്നെ പറയാനുള്ളത്. പിന്നെ ഇതിന്റെ ഡിഫറൻസ് ഒന്ന് ഓർത്തേക്കാം. ഇൻഡക്റ്റീവ് എഫക്റ്റും ഇലക്ട്രോമെറിക്കും തമ്മിൽ ഡിഫറൻസ് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ. ആ കാര്യങ്ങൾ ഒന്ന് ഓർത്തേക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് ചെയ്യാട്ടോ. ഒന്ന് പോയിന്റ് വൈസ് ആയിട്ട് ഈ ഡിഫറൻസ് ഒന്ന് ഞാൻ നോട്ട് ചെയ്തിടാം. ഇവിടെ ഇൻഡക്റ്റീവ്, ഇത് ഇലക്ട്രോമെറിക്. ഓക്കെ, എന്താ ഡിഫറൻസ്? ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ത് എഫക്റ്റാ? പെർമനന്റ് എഫക്റ്റ് ആണ്. അത് നമ്മൾ ആദ്യം എഴുതണ്ട. പെർമനന്റ് എഫക്റ്റ്. ഇലക്ട്രോമെറിക് ടെമ്പററി ആണ്. റീസൺ പറഞ്ഞു അല്ലെ. അറ്റാക്കിംഗ് റിയേജന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോമെറിക് വർക്ക് ചെയ്യുള്ളൂ. ഇൻഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അറ്റാക്ക് റിയേജന്റ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ ഉള്ളൂ അല്ലെ. പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ മാത്രമേ ഉള്ളൂ. പാർഷ്യൽ ചാർജ് സെപ്പറേഷൻ. ഇവിടെ ആണെങ്കിൽ കംപ്ലീറ്റ് ചാർജ് സെപ്പറേഷൻ. അത് ഇങ്ങനെയും പറയാം, കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസും പറയാട്ടോ, അങ്ങനെയും പറയാം. പിന്നെ ഇവിടെ എന്ത് മതി? ഇവിടെ പോളാർ ബോണ്ട് ഉണ്ടായാൽ മതി. ഇൻഡക്റ്റീവ് എഫക്റ്റിന് എന്ത് മതി? ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള ഒരു പോളാർ ബോണ്ട് ഉണ്ടായാൽ മതി. ഇവിടെ പക്ഷെ എന്ത് വേണം? മൾട്ടിപ്പിൾ ബോണ്ട് വേണം, നിർബന്ധമാണ്. അത് അൺസാച്ചുറേഷൻ വേണം. മൾട്ടിപ്പിൾ ബോണ്ട് വേണം, നിർബന്ധമാണ്. പിന്നെ ഈ പെർമനന്റ് പറയുമ്പോൾ എന്താണ്? ഡസ് നോട്ട് റിക്വയർ അറ്റാക്കിംഗ് റിയേജന്റ് കേട്ടോ. അതാണ് പെർമനന്റ് അർത്ഥം ഓർത്തേക്കണം. ഡസ് നോട്ട് റിക്വയർ അറ്റാക്കിംഗ് റിയേജന്റ്. ഓക്കെ, അതൊന്ന് ഓർത്തേക്കാം. നാലാമത്തെ കാര്യം ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് മാത്രമാണ്. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഇലക്ട്രോൺ. ഇവിടെയോ? ഇവിടെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതൊന്ന് പഠിക്കണം. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, കിട്ടിയില്ലേ? ഇതൊന്ന് നോട്ട് ചെയ്തേക്ക്, അത്രേ ഉള്ളൂ. നമ്മള് ഇലക്ട്രോമെറിക് എഫക്റ്റ് പഠിച്ചു. ഇത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല, പക്ഷെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. നമുക്ക് വരാന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇത് നമ്മൾ പോകുന്നത് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റിലേക്കാണ്. ഓക്കെ, അപ്പൊ ഇൻഡക്റ്റീവ് എഫക്റ്റും മെസോമെറിക് എഫക്റ്റും തമ്മിൽ ഡിഫറൻസ് ഒന്നുകൂടി ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് നെക്സ്റ്റ് എഫക്റ്റ് ഏതാ? ലാസ്റ്റ് എഫക്റ്റ് നമുക്ക് പഠിക്കാൻ ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ആണ്. എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം തന്നെ പറയാനുള്ളത്, സാധാരണ നമ്മളിപ്പോൾ വരെ പറഞ്ഞിട്ടുള്ള റിസണൻസും കോൺജുഗേഷനും ഒക്കെ എങ്ങനെയായിരുന്നു? അവിടെ പൈ ഇലക്ട്രോൺസോ എൻ ഇലക്ട്രോൺസോ നോൺ ബോണ്ടിങ് ഓർബിറ്റൽ ഇലക്ട്രോൺസോ അല്ലെങ്കിൽ പൈ ബോണ്ട് ഇലക്ട്രോൺസ് ആണ് ഡീലോക്കലൈസ് ചെയ്യുന്നത് അല്ലെ. അവിടെ എപ്പോഴും എങ്ങനെയായിരുന്നു? ഒന്നെങ്കിൽ പി ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും, അതായത് പൈ ഓർബിറ്റലോ അല്ലെങ്കിൽ എൻ ഓർബിറ്റലോ തമ്മിലാണ് ഇവിടെ ഓവർലാപ്പ് ഉണ്ടായിരുന്നത്. ഓവർലാപ്പ് നടത്തിയത് എങ്ങനെയാണ്? പൈ ഓർബിറ്റലോ അല്ലെങ്കിൽ എന്നുള്ളത് നോൺ ബോണ്ടിങ് ഓർബിറ്റലോ ആയിരുന്നു. അങ്ങനെ അപ്പോൾ എവിടെ ഒരിക്കലും എന്തുണ്ടായിരുന്നില്ല? സിഗ്മ ബോണ്ടിന്റെ ഓവർലാപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ നടക്കുന്ന ഹൈപ്പർ കോൺജുഗേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഹൈപ്പർ കോൺജുഗേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ പറയുമ്പോൾ എന്താ ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്നത്? സിഗ്മ ബോണ്ടിന്റെ ഓർബിറ്റൽ പൈ അല്ലെങ്കിൽ പി ഓർബിറ്റലായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ഇലക്ട്രോൺസ് ഡീലോക്കലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇവിടെ ഡീലോക്കലൈസേഷൻ ഇലക്ട്രോൺസ് നടക്കുന്നത് എങ്ങനെയാണ്? സിഗ്മ ബോണ്ടിന്റെ ഓർബിറ്റലും സിഗ്മ ഇലക്ട്രോൺസ് ഉള്ള ആ ഓർബിറ്റൽ ഉണ്ടല്ലോ, സിഗ്മ ഓർബിറ്റലും പിന്നെ പൈ ഓർബിറ്റലും തമ്മിൽ അല്ലെങ്കിൽ പി ഓർബിറ്റലും തമ്മിൽ എന്തുണ്ടാവും? ഇവിടെ ഓവർലാപ്പ് നടക്കുമ്പോൾ സിഗ്മ എന്തായാലും ഉണ്ട്. അതാണ് ഇവിടെ സംഭവം. പിന്നെ ഇതൊരു സ്റ്റെബിലൈസിങ് ഇന്ററാക്ഷൻ ആണ്. അതായത് ഹൈപ്പർ കോൺജുഗേഷൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എന്താണ് ആ ഒരു മോളിക്യൂൾ സ്റ്റെബിലൈസ്ഡ് ആവും, അതിന്റെ എനർജി കുറയും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ്. ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ബൈ ദി ഓവർലാപ്പ് ഓഫ് സിഗ്മ ബോണ്ട് ഓർബിറ്റൽ വിത്ത് പൈ ഓർ പി ഓർബിറ്റൽ. ക്ലിയർ ആയി? ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കാം. നമ്മൾ പ്രൊപ്പീൻ മോളിക്യൂൾ എടുത്തു വെക്കാം. പ്രൊപ്പീൻ മോളിക്യൂൾ CH3 CH ഡബിൾ ബോണ്ട് CH2, ഇതല്ലേ പ്രൊപ്പീൻ. ഇവിടെ നമ്മുടെ C ഡബിൾ ബോണ്ട് സിയിലേക്ക് ഒരു CH3 അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ എങ്ങനെ വരുന്നത്? C ഉണ്ട്, CH ഡബിൾ ബോണ്ട് C, ഇവിടെ എന്തുണ്ട്? 2 H. ഇവിടെ നമുക്ക് ഒരു കാർബൺ ഉണ്ട്, ആ കാർബണിന് മുകളിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. മൊത്തത്തിൽ പ്രൊപ്പീന്റെ സ്ട്രക്ചർ എടുക്കാൻ ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതെന്ത് ബോണ്ടാ? ഈ CH ബോണ്ട് എടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ബോണ്ട് കാർബണിന്റെ അടുത്തുള്ള കാർബൺ എടുക്കാം. ആ കാർബണിൽ കണ്ടോ ഇവിടെ ഒരു CH ബോണ്ട് ഉണ്ട് അല്ലെ. അതെന്ത് ബോണ്ടാ? സിഗ്മ ബോണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ സിഗ്മ ബോണ്ട്
പിന്നെ നമ്മുടെ ഈ ഒരു കാർബൺ എന്ന് പറയുന്നത് എന്താണ്? ഈ കാർബണിലുള്ള ഓർബിറ്റൽ, ഈ കാർബൺ എന്തുണ്ട്? പൈ ബോണ്ടില്ലേ? അപ്പൊ പൈ ഓർബിറ്റലുകൾ ഉണ്ടാവും. ഓക്കെ, പൈ ഓർബിറ്റൽ ഉണ്ടാവും. ബിക്കോസ് ഇവിടെ പൈ ബോണ്ട് ഉള്ളതുകൊണ്ട് ഈ രണ്ട് കാർബൺ മുകളിൽ എന്തുണ്ടാവും? പൈ ഓർബിറ്റൽ ഉണ്ടാകും. ഇനി ഈ ഒരു നമ്മൾ പറഞ്ഞ ഈ കാർബൺ, ഇവിടെ സിഗ്മ ബോണ്ട് അല്ലേ? ഈ ബോണ്ട് സിഗ്മ ബോണ്ട് ആണ്. സോ ഇതിന്റെ മുകളിൽ എന്തുണ്ടാവും? ഒരു സിഗ്മ ഓർബിറ്റൽ ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ മുകളിൽ സിഗ്മ ഓർബിറ്റൽ ഉണ്ടാവും. ഇനി എങ്ങനെയാണ് നമ്മൾ സിഗ്മ പൈ കോൺജുഗേഷൻ നടക്കുന്നത്? എവിടെയാ? സിഗ്മ പൈ കോൺജുഗേഷൻ ഇവിടെ. അതായത് ഇവിടെയാണ് എന്ത്? സിഗ്മ പൈ കോൺജുഗേഷൻ. ഇത് രണ്ടും തമ്മിൽ അല്ലെ? ഇവിടെ കണ്ടോ? ഇങ്ങനെയാണ് സിഗ്മ പൈ കോൺജുഗേഷൻ നടക്കുന്നത്. ക്ലിയർ ആയല്ലേ? അപ്പോ ഇപ്പൊ ഇവിടെ എത്രത്തോളം നടക്കും? ഇവിടെ എത്ര ഉണ്ട്? ഒരു CH ഇവിടെ ഉണ്ട്, ഒരു CH ഇവിടെ ഉണ്ട്, ഒരു CH ഇവിടെ ഉണ്ട്, 3 സിഗ്മ ബോണ്ട് ഉണ്ട് അല്ലെ? ഇപ്പൊ ഇവിടെ എത്രത്തോളം എന്ത് ചെയ്യുന്നു? സിഗ്മ പൈ കോൺജുഗേഷൻ നടക്കും. ബിക്കോസ് ഇവിടെ 3 സിഗ്മ ബോണ്ട് ആണ് ഉള്ളത്. ക്ലിയർ ആയി? അപ്പൊ ഈ ഇവിടെ നമ്മളിപ്പോ ഇവിടെ നമുക്ക് യൂസ്ഫുൾ ആയി വരുന്നത് ആൽഫ കാർബൺ മാത്രമാണ്. നമ്മൾ ഡബിൾ ബോണ്ട് കാർബൺ ആണ് ഈ കാർബൺ. ഇനി അടുത്തുള്ള ഈ കാർബൺ ആണ് ആൽഫ കാർബൺ. അപ്പൊ ആൽഫ കാർബണിലുള്ള ഹൈഡ്രജൻസ് ആയിട്ടാണ് എന്ത്? സിഗ്മ ബോണ്ട് ഉണ്ടാവുക. ആൽഫ കാർബണിന് മുകളിൽ ഹൈഡ്രജൻസ് അറ്റാച്ച് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു കാർബണും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി ആൽഫ കാർബൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താവും? അത്രത്തോളം ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് കൂടെ നമുക്ക് എക്സാമ്പിൾസ് കാണാം കേട്ടോ. ബേസിക്കലി ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് കോൺജുഗേഷൻ നടക്കുന്നത്? എങ്ങനെയാണ് സിഗ്മയും പൈയും തമ്മിലുള്ള കോൺജുഗേഷൻ എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഇതും കൂടി എടുക്കാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ റിസണൻസ് സ്ട്രക്ചർ ആയിട്ട് എഴുതാം. അതായത് പറഞ്ഞുതരാം. ഈ റിസണൻസ് സ്ട്രക്ചർ എഴുതുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ മോളിക്യൂള്. CH ഡബിൾ ബോണ്ട് CH2. ഇങ്ങനെയല്ലേ പ്രൊപ്പീൻ? ഇങ്ങനെയല്ലേ? H, ഇവിടെ H ഉണ്ട്, നമ്മുടെ ഈ H ഉണ്ട്. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി ഇതാണ് നമ്മുടെ സിഗ്മ ബോണ്ട് അല്ലേ? ഈ ബോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, എന്നിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? HCH ഡബിൾ ബോണ്ട് വരും. നമ്മൾ വരയ്ക്കുന്ന സ്ട്രക്ചേഴ്സ് ആട്ടോ, റെസൊണൻസ് സ്ട്രക്ചേഴ്സ് പറയാം. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് തന്നെ പറയാം അല്ലേ? ഇവിടെ CH2 ഇതിന് ഇലക്ട്രോൺ കിട്ടുകൊണ്ട് ഇവിടെ ഡബിൾ നെഗറ്റീവ് ചാർജ് വരും. ഇവിടെ ഇങ്ങനെയാണ് വരിക. സോ ഈ H നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ H+ ആയിട്ട് നിൽക്കാം, എഴുതാൻ പറ്റും. ബിക്കോസ് ഈ ബോണ്ട് ഇങ്ങോട്ട് എന്ന് വെച്ചാൽ അതിനർത്ഥം ഇതിങ്ങനെ നിൽക്കും, H+ ഇങ്ങനെ വായിൽ നിൽക്കുക, അങ്ങനെ നല്ല അർത്ഥം. ഇവിടെ അവൻ മനസ്സിലാൻ വേണ്ടി എഴുതുന്ന കേട്ടോ. അതായത് ഈ ഇവിടുത്തെ സിഗ്മ ബോണ്ടിലെ ഈ സിഗ്മ ബോണ്ടിലെ ഇലക്ട്രോൺസും ഈ പൈ ബോണ്ട് ഇലക്ട്രോൺസും നമ്മൾ കോൺജുഗേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഈ H പോയി ഇപ്പൊ നമ്മൾ ഈ ഒരു CH ബോണ്ട് എടുത്തേ, സപ്പോസ് നമ്മൾ താഴത്തുള്ള CH ബോണ്ട് എടുക്കുകയാണെങ്കിലോ, ഈ CH ബോണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതേപോലെ ഒരു സ്ട്രക്ചർ കൂടെ എഴുതാൻ പറ്റും. സെയിം. അപ്പൊ എങ്ങനെ എഴുതും നമ്മൾ? CH, ഇവിടെ എന്ത് എഴുതാം? ഇവിടെ നമുക്ക് H+ ആക്കി എഴുതാം. ഓക്കെ, CH സെയിം സാധനം തന്നെ വരും. അങ്ങനെ എഴുതാം. ഇതുപോലെ ഒന്നും കൂടി എഴുതാം. ബിക്കോസ് ഇവിടെ ഒരു ഒന്നും കൂടി ബോണ്ട് ഉണ്ട്, CH ബോണ്ട് ഒന്നും കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് റിസണൻസ് സ്ട്രക്ചേഴ്സ് എഴുതാൻ പറ്റും. അപ്പൊ ഇതിന് പറയുന്ന പേര് നമ്മൾ ഈ റിസണൻസ് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ ഉണ്ടാകുന്ന കാരണം നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ വേറെ പേരും കൂടി പറയും, നോ ബോണ്ട് റിസണൻസ്. നോ ബോണ്ട് റിസണൻസ് അങ്ങനെ പറയാൻ കാര്യം ഇവിടെ CH സിഗ്മ ബോണ്ട് അല്ലേ, അത് കാണിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ നോ ബോണ്ട് റിസണൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ ഒരു നോ ബോണ്ട് റിസണൻസ് വിളിക്കാൻ കാരണം ഇത് തന്നെയാണ്. ഇനി ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ കോൺജുഗേഷൻ ഹൈപ്പർ കോൺജുഗേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കാൻ പാടില്ല സിഗ്മ ബോണ്ട് ആണ് അല്ലെ? ഈ ആൽഫ കാർബൺ, ഇതാണ് ആൽഫ കാർബൺ, ഇതാണ് നമ്മുടെ അതന്നെ ഇവിടെയല്ല, ഇത് റിസണൻസിൽ വരച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അതായത് നമ്മുടെ ആൽഫ കാർബൺ ഏതാ? ഇതൊന്ന് റിമൂവ് ചെയ്യാണ് എന്നാൽ ആൽഫ കാർബൺ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ അല്ലെ? ഈ ഡബിൾ ബോണ്ട് 2 കാർബൺ ഉണ്ട്, അതിന്റെ അടുത്തുള്ള ഈ കാർബൺ ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൽഫ കാർബണിന്റെ മുകളിലുള്ള സിഗ്മ ബോണ്ട് അല്ലെങ്കിൽ ആൽഫ കാർബൺ ഹൈഡ്രജനിലേക്ക് 3 ഹൈഡ്രജനിലേക്ക് ഇവിടെ കണക്റ്റഡ് ആണ്. ആൽഫ കാർബൺ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ സിഗ്മ ബോണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഹൈപ്പർ കോൺജുഗേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യണം? ഓർത്തേക്കണം. അപ്പൊ ഇത് കാരണം തന്നെ സ്റ്റെബിലിറ്റി ഓഫ് പ്രൊപ്പീൻ എന്ന് പറയുന്നത്, പ്രൊപ്പീന്റെ സ്റ്റെബിലിറ്റി ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചേഴ്സ് കൂടാൻ അർത്ഥം. ഇവിടെ 3 കിട്ടിയില്ല. ഹൈപ്പർ കോൺജുഗേറ്റ് നമുക്ക് ഇത്രയും 3 റെസൊണൻസ് സ്ട്രക്ചേഴ്സ് നമ്മൾ വരച്ചു. അപ്പോൾ ഇത് പ്രൊപ്പീന്റെ കേസിൽ വരയ്ക്കാൻ പറ്റും. പക്ഷെ ഈദിന്റെ കേസിൽ നമുക്ക് വരയ്ക്കാൻ കഴിയുമോ? ഈദിന്റെ കേസിൽ എന്താ? ഇങ്ങനെയാണ് ഈദ്യം വരുന്നത്. ഇവിടെ എന്തില്ല? ആൽഫ കാർബൺ ഇല്ല. ആൽഫ കാർബൺ ഇല്ലാത്ത കാരണം ഇതിന് ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റില്ല. ആൽഫ കാർബൺ ഉണ്ടെങ്കിൽ ഈ സിഗ്മ ബോണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ അതില്ല. അതുകൊണ്ട് സ്റ്റെബിലിറ്റി പ്രൊപ്പീന് കൂടുതലായിരിക്കും. ബിക്കോസ് ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടെന്ന് അർത്ഥം, അല്ലെങ്കിൽ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചേഴ്സ് കൂടുതൽ വരയ്ക്കാൻ പറ്റുന്ന അർത്ഥം എന്താ? ആ മോളിക്യൂൾ ഒന്നുകൂടി സ്റ്റെബിലൈസ്ഡ് ആവുന്നതാണ് അർത്ഥം. അതുകൊണ്ടാണ് പ്രൊപ്പീന്റെ സ്റ്റെബിലിറ്റി ഇതിനെക്കാട്ടും കൂടുതലാകാൻ കാരണം. ഒറ്റ കാരണമുള്ള എന്താ കാരണം? ഹൈപ്പർ കോൺജുഗേഷൻ. ക്ലിയർ ആയി? അങ്ങനെ നമുക്ക് പറയാം. ഇതാണ് ബേസിക്കലി ഹൈപ്പർ കോൺജുഗേഷൻ. ഇതേപോലെ നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ സ്റ്റെബിലിറ്റി നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ വേറൊരു സ്റ്റെബിലിറ്റി ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു സ്റ്റെബിലിറ്റി പറയാൻ വന്ന് ബ്യൂട്ട് 1E ബ്യൂട്ട് 2E എടുത്ത് നോക്കാം. ഇതെടുത്ത് നോക്കേ, എങ്ങനെ വരും? ബ്യൂട്ട് 1E അതുപോലെ ബ്യൂട്ട് 2E
എങ്ങനെ മോളിക്യൂൾസ് വരുന്നത്? ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കാന്നുണ്ടെങ്കിൽ എങ്ങനെ വരാം? ബ്യൂട്ട് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ബ്യൂട്ടീൻ അല്ലേ, CH2. ഇനി നമ്മൾ വരച്ചൊന്നും നോക്കണ്ട, നമുക്ക് ആൽഫ കാർബണും അതിന് മുകളിൽ ഹൈഡ്രജൻ മാത്രം മതി. CH3 CH ഡബിൾ ബോണ്ട് CH ആണ് ബ്യൂട്ട് 2. ഇവിടെ ഏതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ആൽഫ കാർബൺ ഏതൊക്കെയാന്നുള്ളതാണ്. ഏതൊക്കെ ആൽഫ കാർബൺ? ഇവിടെ ഡബിൾ ബോണ്ട് അല്ലേ, ഇതിന്റെ ആൽഫ കാർബൺ ഇതാണ്, ഇത് രണ്ടും CC ഡബിൾ ബോണ്ട് നിൽക്കാണ്. ആൽഫ കാർബൺ ഏതാ? ഇതാണ് ആൽഫ കാർബൺ അല്ലേ. ഇവിടെയോ? ഇവിടെ ഈ രണ്ടാണ് CC ഡബിൾ ബോണ്ട് ഇവിടെ കിടക്കാണ്. സോ ഇവിടെ ഒരു ആൽഫ കാർബൺ ഉണ്ട്, ഇവിടെ ഒരു ആൽഫ കാർബൺ ഉണ്ട്, രണ്ടും ആൽഫ കാർബൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ ഈ ആൽഫ കാർബണിന്റെ മുകളിൽ എത്ര ഹൈഡ്രജൻസാ? ആൽഫ കാർബണിന്റെ മുകളിൽ 2 ഹൈഡ്രജനേ ഉള്ളൂ. 2 ഹൈഡ്രജൻ അല്ലേ? അതായത് ഇങ്ങനെ വരും, ഇവിടെ CH ഇവിടെയും CH ഇങ്ങനെ വരും. ഇപ്പുറത്തിന് വേറെ ഗ്രൂപ്പാണ്, CH2 ഗ്രൂപ്പാണ്. അപ്പൊ ഇവിടെ ഒരു സിഗ്മ ബോണ്ടും ഈ സിഗ്മ ബോണ്ടാണ് എന്തായിട്ട് കോൺജുഗേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ ഈ പൈ ബോണ്ട് ആയിട്ട് കോൺജുഗേഷനിൽ വരാൻ ഇവിടെ 2 സിഗ്മ ബോണ്ട് ഉള്ളത്. നേരെ മറിച്ച് ബ്യൂട്ട് 2ന്റെ കേസ് ആണെങ്കിലോ, ഇവിടെ കണ്ടോ, ഇവർ ആൽഫ കാർബൺ ആണ്. ഇവിടെ എത്ര ഹൈഡ്രജൻസാ? 3 ഹൈഡ്രജൻ ഇവിടെ വരും. ഇവിടെ 3 ഹൈഡ്രജനും ഇവിടെ ഉണ്ട് 3 ഹൈഡ്രജൻ, രണ്ടും ആൽഫ കാർബൺ ആണ്. മൊത്തം എത്ര ഹൈഡ്രജൻ വരും? ഇവിടെ ആൽഫ കാർബൺ മൊത്തം നമുക്ക് 6 ഹൈഡ്രജനാണ് കിട്ടുന്നത്. 6 ഹൈഡ്രജൻ. അപ്പൊ ഇത്രയും ഡിഫറൻസ്. അപ്പൊ ഈ 6 ഹൈഡ്രജൻ പറയുമ്പോൾ 6 സിഗ്മ ബോണ്ട്. അത്രത്തോളം എന്ത് ചെയ്യും? ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഇവിടെ വരച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരുപാട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനർത്ഥം ബ്യൂട്ട് 2E ഇതിന്റെ സ്റ്റെബിലിറ്റി എന്തായിരിക്കും? ബ്യൂട്ട് 1E കൂടുതലായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെബിലിറ്റി മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് ഒരു അരോമാറ്റിക് റിംഗ് കൂടി എടുത്ത് നോക്കാം. അരോമാറ്റിക്കിൽ റിംഗിൽ എങ്ങനെ സ്റ്റെബിലിറ്റി എന്നുള്ളത്, അരോമാറ്റിക് കോമ്പൗണ്ടുകളും എടുത്ത് കമ്പയർ ചെയ്ത് നോക്കാം. അതുകൂടി മതി കേട്ടോ ഇതിൽ, അതുകൂടി ആയാൽ ഇത് കംപ്ലീറ്റ് ആവും. അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് കുറച്ച് വലിയ മോളിക്യൂളുകളാണ്. ആദ്യം എടുക്കുന്നത് ടുളുവിനാണ്. ടുളുവിനെ അറിയാം അല്ലെ, ബെൻസീൻ നമ്മൾ CH3. അടുത്തെടുക്കുന്നത് ഇഥൈൽ ബെൻസീൻ ആണ്. ഇഥൈൽ ബെൻസീൻ എങ്ങനെ വരുന്നത്? CH2 CH3 അല്ലെ, ഇഥൈൽ ബെൻസീൻ. ഇഥൈൽ ഗ്രൂപ്പ് ബെൻസീനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്തത് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഐസോപ്രൊപ്പൈൽ ബെൻസീൻ പറയുമ്പോൾ ഇങ്ങനെ വരും CH3 അല്ലെ, ഇതാണ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. നാലാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് ടേർട്ട് ബ്യൂട്ടൈൽ ബെൻസീൻ ആണ്. CH3 ടേർട്ട് ബ്യൂട്ടൈൽ ബെൻസീൻ. ടേർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എവിടെ ഉണ്ട്? ടേർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ആണ് ബെൻസീൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയി. ഇതാണ് നമ്മുടെ 4 മോളിക്യൂൾസ്. ഇതിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യാം? ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യണം. അതിന് വേണ്ടി നമുക്ക് വേണ്ടത് എങ്ങനെ കമ്പയർ ചെയ്യും? ഇത് നമ്മൾ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മളെ ഇത് നമ്മൾ ഇങ്ങനെ എടുത്താൽ, ഒരു മിനിറ്റ്, ഡബിൾ ബോണ്ട് കാണിച്ചാലേ ക്ലിയർ ആവുള്ളൂ അല്ലേ, കാരണം നമുക്ക് ഡബിൾ ബോണ്ട് വേണമല്ലോ. ഇങ്ങനെ വട്ടിട്ട് ശരിയാവില്ല. ഡബിൾ ബോണ്ട് കാണിക്കട്ടെ. ഇവിടെ ഡബിൾ ബോണ്ട് വരും അല്ലെ, ഇവിടെ എങ്ങനെ ഡബിൾ ബോണ്ട്. ഓക്കെ, ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ സപ്പോസ് ടുളുവിന് എടുക്കാന്നുണ്ടെങ്കിൽ ടുളുവിന് എന്താ സംഭവിക്കുന്നത്? ടുളുവിന് ഇവിടെ ഡബിൾ ബോണ്ട്, ടുളുവിന് മാത്രം സെപ്പറേറ്റ് ആണ് വരയ്ക്കാം കേട്ടോ. ഇവിടെ എങ്ങനെ വരിക? CH 3H കിടക്കുന്നത് അല്ലെ. അങ്ങനെ ഇവിടുത്തെ ആൽഫ കാർബൺ ഏതാ? ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് വരുന്നത് ഇതാണ് CC ഡബിൾ ബോണ്ട്. ഈ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇതാണ് നമ്മുടെ ആൽഫ കാർബൺ അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. ഇത് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബണിലേക്ക് എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 3 ഹൈഡ്രജൻസ്. ഇവിടെ നമുക്ക് എത്ര വരയ്ക്കാം? 3 ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചർ വരയ്ക്കാം. 3 ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചർ ഇവിടെ വരയ്ക്കാം. ബിക്കോസ് 3 ഹൈഡ്രജൻ അല്ലെങ്കിൽ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും, 3 ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. ഡൗട്ട് ഒന്നുമില്ല. ഞാൻ അടുത്ത മോളിക്യൂൾ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ ഐസോപ്രോപ്പൈൽ അല്ലെങ്കിൽ അടുത്ത് എടുത്ത് നോക്കാം. എന്താ, നമ്മൾ ഇഥൈൽ ബെൻസീൻ എടുത്ത് നോക്കാം. ഇഥൈൽ ബെൻസീൻ എടുക്കുമ്പോൾ അവിടെ എത്ര കിട്ടും? ഇഥൈൽ ബെൻസീന്റെ കേസിൽ ഇഥൈൽ ബെൻസീൻ ഇവിടെ CH3. ഇത് സ്പേസ് ഇല്ലല്ലോ, നടുവിൽ വരയ്ക്കാം കേട്ടോ, മുകളിലേക്ക് വരയ്ക്കാം, സ്പേസ് ഇല്ല. ഓക്കെ, നടുവിൽ തന്നെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഇഥൈൽ ബെൻസീൻ എന്ന് പറയുന്നത്. ഡബിൾ ബോണ്ട് ഇവിടെ ഉണ്ട്, പിന്നെ CH ഇവിടെ CH3. ഇതാണ് ഇഥൈൽ ബെൻസീൻ അല്ലെ, കറക്റ്റ്. ഓക്കെ, CH2 CH3. ഈ CH2 നമ്മൾ HH ആക്കി എഴുതിയത് മാത്രം കേട്ടോ, മനസ്സിലാൻ വേണ്ടിട്ട്. അപ്പൊ ഈ കേസിൽ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് ഇവിടെ അല്ലെ, CC കാർബൺ, ഇത് ആൽഫ കാർബൺ ഇവിടെ ഉണ്ട്. ഇതിന് മുകളിൽ എന്ത് വന്നു? ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് വന്നു അല്ല, ഇവിടെ എന്ത് വരുന്നത്? CH3 ഗ്രൂപ്പ് ആണ് വരുന്നത്. ഇങ്ങനെ CH3 ഗ്രൂപ്പ് വന്നപ്പോൾ അവിടെ ആൽഫ ഹൈഡ്രജൻ എണ്ണം കുറയില്ല ചെയ്തേ. ടുളുവിന്റെ കേസിൽ 3 ഹൈഡ്രജൻ ആയിരുന്നു, ഇവിടെ ഹൈഡ്രജന് പകരം CH3 വന്നപ്പോൾ ആൽഫ ഹൈഡ്രജൻ എണ്ണം കുറഞ്ഞു. അപ്പൊ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചറിന്റെ എണ്ണം എന്ത് ചെയ്യും? അതും കുറയും. നമ്മൾ ലാസ്റ്റ് അടുത്തൊരു കോമ്പൗണ്ട് ഐസോപ്രോപ്പൈൽ ആയിരുന്നു അല്ലെ, ഐസോപ്രോപ്പൈൽ ബെൻസീൻ ആയിരുന്നു. അപ്പൊ അവിടെ CH3 ഒരു H ഉം പിന്നെ ഒരു CH3 വന്നു.
എഗെയിൻ ഇവിടെ എന്താണ് ആൽഫ ഹൈഡ്രജൻ എണ്ണം കുറയാണ്, രണ്ടും CH3 റീപ്ലേസ് ആയിപ്പോയി, അപ്പോൾ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചറിന്റെ എണ്ണം കുറയും. അതുകൊണ്ട് ലാസ്റ്റ് ഏതാണ് ടേർട്ടി ബ്യൂട്ടൽ ആകുമ്പോഴേക്കും 3 CH3 ആ. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് തീരെ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചർ ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് സ്റ്റെബിലിറ്റി എങ്ങനെ വരും, ടുളുവിനാണ് ഏറ്റവും സ്റ്റേബിൾ. പിന്നെ വരുന്നത് ഇഥൈൽ ബെൻസീൻ, പിന്നെ ഇഥൈൽ ബെൻസീന്, പിന്നെ വരുന്നത് ഐസോപ്രോപ്പൈൽ ബെൻസീന്, ലാസ്റ്റ് ആണ് എന്ത് വരിക, ടേർട്ട് ബ്യൂട്ടൈൽ ബെൻസീൻ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇങ്ങനെ വരാൻ റീസൺ എന്താണ്, ഇവിടെ ആൽഫ ഹൈഡ്രജൻ പകരം CH3 റീപ്ലേസ് ചെയ്ത് വരുന്നതുകൊണ്ട് അവിടെ ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചറിന് എണ്ണം കുറയും. അങ്ങനെയാണ് ഈ സ്റ്റെബിലിറ്റി നമ്മൾ പറയാം. ഇനി വേറെ കാര്യം കൊണ്ട് നമ്മൾ ടുളുവിന്റെ കേസിലെ അല്ല ഇത് ഏത് കേസ് ആണെങ്കിൽ നമ്മൾ ഇത് എഴുതും, ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ പോലെ ആലിഫാറ്റിക് നേരത്തെ എഴുതിയ പോലെ 3 മാത്രമല്ല കിട്ടുക. കാരണം നമ്മൾ ഒറ്റ കേസ് എടുക്കാം, ജസ്റ്റ് ഒന്ന് പറയാട്ടോ. നമ്മളിപ്പോ ടുളുവിന് ഇതല്ലേ, ഇവിടെ ഇങ്ങനെയല്ലേ വരുന്നത്, എച്ച് 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 ഇങ്ങനെയാണല്ലോ. ഒരു സെക്കൻഡ്, ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് CH3. ഓക്കെ, ഇവിടെ എന്താ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇങ്ങനെ പോകും. അപ്പൊ ഇവിടെ എന്താണ് ഈ റിംഗിലേക്കും കൂടി ഇവിടെ കോൺജുഗേഷൻ നടക്കും. കാരണം ഇവിടെ 3 ഡബിൾ ബോണ്ടാണ്, നേരത്തെ ഒരു ഡബിൾ ബോണ്ട് ഇരുന്നു, അതുകൊണ്ട് നമുക്ക് അത്ര കുറച്ച് സ്ട്രക്ചർ കിട്ടിയത്. ഇവിടെ പക്ഷെ 3 ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഇത് നടക്കുമ്പോൾ നമ്മൾ പറഞ്ഞ സിഗ്മ പൈ കോൺജുഗേഷൻ നടക്കുമ്പോൾ ഈ സിഗ്മ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെ, അപ്പൊ ഈ പൈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത് നമുക്ക് അടുത്ത സ്ട്രക്ചർ കിട്ടുമ്പോൾ അടുത്ത സ്ട്രക്ചർ എങ്ങനെ വരും, അടുത്ത സ്ട്രക്ചർ C ഇവിടെ ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഇവിടെ H ഉണ്ട്, ഇതിങ്ങനെ H+ ആയി നിൽക്കുക അല്ലെ. പിന്നെ ഇവിടെയോ ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ, ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്തത്, ഈ കാർബണിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഇവിടെ എന്ത് വരും, നെഗറ്റീവ് ചാർജ് വരും. ഓക്കെ, പിന്നെയോ ഇവിടെ 2 ഡബിൾ ബോണ്ട്. ഓക്കെ, ഇങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഇനി അടുത്ത് ഇത് എന്ത് ചെയ്യും, ഇത് പിന്നെയും ഷിഫ്റ്റ് ചെയ്യും, ഇത് പിന്നെ ഇങ്ങനെ പോകും. പിന്നെ നമുക്ക് ഒരു സ്ട്രക്ചർ ഇങ്ങനെയും കുറെ സ്ട്രക്ചറുകൾ നമുക്ക് കിട്ടും. അപ്പൊ കുറച്ചും കൂടി വരയ്ക്കാൻ കഴിയും സ്ട്രക്ചർ. അങ്ങനെ നമുക്ക് പറഞ്ഞു എന്നുള്ളൂ. നമുക്ക് എന്തായാലും തന്നെയാണ് ഹൈപ്പർ കോൺജുഗേഷൻ ഏറ്റവും കൂടുതൽ ടുളുവിനിലാണ്, ബിക്കോസ് ഈ ഹൈഡ്രജൻസ് എണ്ണം കൂടുതലുണ്ട്. നമുക്ക് പിന്നെ ഈ അരോമാറ്റിക് റിംഗ് ആയത് കാരണം നമുക്ക് റിസണൻസ് കൂടി ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ഈ ആകെ പ്രൊപ്പീനിലൊക്കെ ആകെ 2-3 സ്ട്രക്ചർ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് ഇനി അടുത്ത സ്ട്രക്ചർ പിന്നെയും വരയ്ക്കാം, അല്ല പിന്നെ അതിന് പിന്നെയും ഷിഫ്റ്റ് ചെയ്യുന്നു, അങ്ങനെ അടുത്ത സ്ട്രക്ചർ, അങ്ങനെ നമുക്ക് സ്ട്രക്ചർ കൂടുതൽ കിട്ടും. അങ്ങനെ മൊത്തം നമുക്ക് 9 സ്ട്രക്ചറോളം ടുളുവിന് കിട്ടും. ടുളുവിന് 9 ഹൈപ്പർ കോൺജുഗേറ്റ് സ്ട്രക്ചർ കിട്ടും, 9 കിട്ടും. ഇതിന് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞാൽ മതി. എന്നാലും ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഇതിൽ ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതാണ് നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ. ഹൈപ്പർ കോൺജുഗേഷൻ നമുക്ക് ഇപ്പൊ എന്താണ് ബെനിഫിറ്റ്, മെയിൻ ആയിട്ട് ഈ പറഞ്ഞ സ്റ്റെബിലിറ്റി ആണ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. ഇനി ഇതിൽ കാർബോകാറ്റോണിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമ്മൾ കാർബോകാറ്റോൺ ടോപ്പിക് എടുക്കുമ്പോൾ അവിടെ നമുക്കത് പറയാം. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല, അപ്പൊ പറയാം കേട്ടോ എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇത്ര നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇന്നിപ്പോ നമ്മൾ ഇലക്ട്രോമെറിക് എഫക്റ്റും പഠിച്ചു, ഹൈപ്പർ കോൺജുഗേറ്റ് എഫക്റ്റും പഠിച്ചു. രണ്ടും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ എഫക്റ്റുകളൊക്കെ പഠിച്ചില്ലേ, ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്, അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ബേസിറ്റും അസിഡിറ്റും കാണാമല്ലോ. മെയിൻ ആയിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ബേസിറ്റും അസിഡിറ്റും എങ്ങനെ കമ്പയർ ചെയ്യാം അരോമാറ്റിക് അലിഫാറ്റിക് കോമ്പൗണ്ടുകളിൽ. അപ്പൊ അതാണ് നമ്മൾ അടുത്ത ക്ലാസ് നോക്കാൻ പോകുന്നത്. അപ്പൊ അതോടുകൂടി നമ്മുടെ ഈ ഒരു ടോപ്പിക് കഴിയും. ഓക്കെ, എല്ലാവരും ക്ലാസ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇനി കണ്ടിന്യൂ ചെയ്തും കാണാം. താങ്ക് യു.